സ്വക്ഷസ്വംഗശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിച്ഛിന്ന സംശയ. 615 സ്വക്ഷ അക്ഷീച്ച കണ്ണ്, സൂച്ച നല്ല അഴകുള്ള കണ്ണുള്ള. ശോഭനെ പുണ്ടരീകാഭേ അക്ഷിണി അസ്യ ഇതി. കണ്ണനുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് എല്ലാവരെയും കാണാം. ഭഗവാന്റെ കണ്ണിൽ താൻ പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ ലോകത്തിൽ? അതിന് കണ്ണ് തീരെയുള്ളൂ, പുള്ളിയിലേ ഉള്ളം. എത്ര പേരെ കാണാൻ പറ്റും ഈ പുള്ളിയിലെ കണ്ണുകൊണ്ട് എന്നിനി ആർക്കും തോന്നണ്ട. അയ്യോ ഭഗവാന്റെ കണ്ണ് വളരെ വലുതാട്ടോ, എത്ര ആളുണ്ടെങ്കിൽ അവരെ മുഴുവൻ കാണാം. സ്വക്ഷ സ്വംഗ, സു എന്നത് തന്നെയാണ് ഇവിടെ. നല്ല അഴകുള്ള അംഗങ്ങൾ ഉള്ളവൻ സ്വംഗൻ. സ്വക്ഷസ്വംഗ ശതാനന്ദ. ശതാനന്ദ ഏക ഏവ പരമാനന്ദ ഉപാധിഭേദാത്ത് ശതഥാ ഭിദ്യതേ. ഭഗവാനെ ശതാനന്ദൻ എന്ന് പറയണം. 100 ആനന്ദങ്ങൾ ആയി ഇരിക്കുന്ന ആനന്ദം ഒന്നേ ഉള്ളൂ, പരമാനന്ദം എന്ന ഒന്നേ ഉള്ളൂ. എങ്കിലും അവസ്ഥാഭേദം കൊണ്ട് നമ്മൾ ഓരോന്നിനെ വെവ്വേറെ പേരായിട്ട് പറയണം. കേൾക്കണ ആനന്ദം, കാണുന്ന ആനന്ദം, തിന്നണ ആനന്ദം എന്നൊക്കെ നമ്മൾ തിരിക്കണം. ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് പരമാനന്ദം എന്നൊരൊറ്റ വാക്കിൽ പറയാം. ഭഗവാൻ ഇപ്പോൾ ദേശം എന്ന് പറയണം. ഈ ഭൂമി മുഴുവൻ പരന്നു കിടക്കുക. പക്ഷേ നമ്മൾ എത്ര ഭംഗിയായിട്ട് ഓരോന്നിനെ വില്ലേജായിട്ടും താലൂക്കായിട്ടും ഡിസ്ട്രിക്റ്റായിട്ടും സ്റ്റേറ്റായിട്ടും റിപ്പബ്ലിക് എന്നുള്ള കൺട്രി ആയിട്ടും ഒക്കെ ഓരോരോ വിഭജനം. വാസ്തവത്തിൽ ഇവിടെ ഉണ്ട്. ഇത്രമേൽ വിഭജിക്കാൻ പറ്റാത്ത ഒന്നാണ് കടൽ. കടലിന് ആരെങ്കിലും നടുക്ക് കോല് വെച്ചിട്ടുണ്ടോ? എങ്കിലും ഇത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ, ഇത് ഇന്ത്യാ സമുദ്രം, ഇത് അറബിക്കടൽ എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു ഗ്രഹണ സൗകര്യത്തിന് വേണ്ടി നമ്മൾ നാമകൽപ്പന ചെയ്യുന്നു. എന്ന പോലെയാണ് ഭഗവാൻ ശതാനന്ദന. 100 ആനന്ദങ്ങളുടെ ഇരിപ്പിടം. 100 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രഹണ സൗകര്യത്തിന് ശരിക്കും ഒരാനന്ദമേ ഉള്ളൂ. അതാണ് ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി. ലോകത്തിൽ എവിടെയെല്ലാം ആനന്ദം എന്നൊന്നുണ്ടോ ആ ആനന്ദത്തിന് ആനന്ദദായകത്വം ഉണ്ടായത് ഈ ഭഗവാന്റെ ഒരു സ്പർശം അതിലുള്ളതുമാണ്. പാനകം നിറച്ചുണ്ടാക്കി അതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് ഇളക്കിയാൽ ഓരോ തുള്ളി കഴിക്കുമ്പോഴും ഏലക്കായയുടെ മണ്ണുണ്ടാവും. ഈ ഏലക്കായയുടെ മണം എങ്ങനെ വന്നു? ഏലക്കായ അതിലിട്ടു, അപ്പോൾ അതിലുള്ള എല്ലാ വെള്ളത്തുള്ളിക്കും ഏലക്കായയുടെ മണം വന്നു. അപ്പോൾ ലോകത്തിൽ ഭഗവാനാണ് ആനന്ദസ്വരൂപനായിട്ട് എല്ലാറ്റിലും ആനന്ദദായകനായിട്ട് ഇരിക്കുന്നത്. നന്ദി പരമാനന്ദ വിഗ്രഹ നന്ദി. അതേപോലെ നന്ദി ജ്യോതിർഗണേശ്വര. ജ്യോതിർഗണേശ്വര എന്ന് ഒരൊറ്റ പദം. ജ്യോതിർഗണാനാം ഈശ്വര. എത്ര ജ്യോതിർഗണങ്ങൾ, പ്രകാശഗണങ്ങൾ ഉണ്ട്. പ്രകാശബിന്ദുക്കളല്ല, പ്രകാശഗണങ്ങൾ തന്നെ അനവധിയാണ്. ആകാശത്തിലേക്ക് നോക്കിയാൽ ഒറ്റപ്പെട്ട നക്ഷത്രങ്ങളുണ്ട്. ചിലപ്പോൾ കൂട്ടായിട്ട് അരച്ചു കലക്കി ഒഴിച്ച പോലെ കുറേ അധികം നക്ഷത്രങ്ങൾ. ഓരോന്നിനെയും വെവ്വേറെ തൊട്ട് കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കൂടിക്കിടക്കുക. അതാണ് ഗണം. ഇങ്ങനെയുള്ള ഗണങ്ങൾ കോടാനുകൂടി. ഇവിടെയെല്ലാം അധിപതിയാണ് ഭഗവാൻ. ജ്യോതിർഗണേശ്വര. വിജിതാത്മാ അവിധേയാത്മാ. വിജിത ആത്മാ മനോയേന സഹ വിജിതാത്മാ. തന്നെ താൻ തന്നെ ജയിച്ച, തൻ്റെ മനസ്സിനെ താൻ തന്നെ ജയിച്ച. നാം മനസ്സിന് അടിമകളായാൽ നമ്മൾ വീക്കാവും, ദുർബലരാവും. നേരെ മറിച്ച് മനസ്സിനെ നാം നമ്മുടെ അധീനത്തിൽ വെച്ചാൽ നമുക്ക് തന്നെ ഒരു ബലം തോന്നും. ഉറക്കളയ്ക്കണം, ഉറങ്ങരുത് എന്ന് പറഞ്ഞു ശിവരാത്രി ദിവസം. കുറേ കഴിഞ്ഞപ്പോൾ ഒരുവിധ ആളൊക്കെ കുറുക്കം വലിച്ചുറങ്ങാം. അപൂർവം ചിലർ മാത്രം ഉറങ്ങാതെ ഇരിപ്പുണ്ട്. നമശിവായ നമശിവായ. ഈ ഉറങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല, അവർക്ക് ഉറക്കമില്ല തോന്നുന്നു എന്നല്ല പറയേണ്ടത്. ഉറക്കത്തെ ജയിച്ചു എന്നാണ്. ഇത്രയും ആളുകൾ ഉറക്കത്തിന് അധീനരായപ്പോൾ കുറേ ആളുകൾ ഉറക്കത്തെ ജയിച്ചുവെങ്കിൽ അവർ തന്നെയാണല്ലോ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഉറങ്ങണം എന്നുള്ള ആഗ്രഹം കോമൺ. ആ ആഗ്രഹത്തെ ഒരാവശ്യത്തെ മുൻനിർത്തി നിയന്ത്രിച്ചപ്പോൾ അയാൾക്ക് ഉറങ്ങാനുള്ള
തോറ്റു എന്നുള്ളത് ആർക്കും മെഡലൊന്നും നേടിക്കൊടുക്കില്ല. അടുപ്പിച്ച് 10 കൊല്ലം 10ാം ക്ലാസ്സിൽ തോറ്റവന് ഒരു ഗോൾഡ് മെഡൽ, അങ്ങനെ എവിടെയെങ്കിലും ഒരു എൻഡോമെന്റ് ഉണ്ടോ? തോൽക്കാൻ സമ്മതിക്കണ തന്നെ ഇല്ല സർക്കാർ. ഒക്കെ മാർക്ക് കൂട്ടി കൊടുത്ത് 210ലേക്ക് റബ്ബർ വലിക്കും പോലെയാണ് വലിക്കണത്. അപ്പം പിന്നെ എങ്ങനെ ഈ മെഡൽ വാങ്ങാൻ പറ്റുക ആളുകൾക്ക്? ഞാൻ മെനക്കെട്ടു കിട്ടോ മെഡൽ. എനിക്ക് എങ്ങനെയെങ്കിലും 9 കൊല്ലം എങ്ങനെയോ ഞാൻ ഒപ്പിച്ചു. 10ാം കൊല്ലം അവരെ എന്നെ കുഴപ്പത്തിലാക്കി 210 തന്നു. അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതാ മെഡൽ. അങ്ങനെയൊന്നും ആരും പറയില്ല. തോറ്റവർക്കാരും മെഡലൊന്നും വെക്കാറില്ല. ഫൈനലിലൊക്കെ എത്തുമ്പോൾ തോറ്റവർക്ക് റണ്ണേഴ്സ് അപ്പ് എന്ന് പറഞ്ഞു കൊടുക്കും. അതെന്താ വെച്ചാൽ അതുവരെ ജയിച്ചു വന്നതിനാണ്, അല്ലാണ്ട് ഇപ്പം തോറ്റതിനല്ല കപ്പ. തോറ്റവർക്കൊക്കെയാണ് കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവരും തോൽക്കാനാ തിരക്ക് കൂട്ടാം. റണ്ണേഴ്സ് അപ്പിന് മാത്രം കപ്പുണ്ട്. അത് ഇതുവരെ ജയിച്ച് ഇവിടെ എത്തിയല്ലോ. ഒരിത്തിരി ഒന്ന് മാറിയാൽ ഇത് അവന് കിട്ടേണ്ടതാണ്. ആ നിലയിൽ എത്തിയത് കൊണ്ട് അവർക്ക് റണ്ണേഴ്സ് അപ്പിന്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കില്ല. അപ്പോ വിജിതാത്മാ അവിധേയാത്മാ ന കേനാപി വിധേയ ആത്മാസ്വരൂപം. ഭഗവാൻ തന്നെ ആത്മസ്വരൂപത്തെ വിധിരൂപം എന്ന് പറഞ്ഞാൽ വിധേയനാക്കുന്നില്ല. താൻ ആർക്കും അടിമയായി നിൽക്കുന്നില്ല. വെച്ചാൽ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഭക്തന്മാരോടുള്ള വാത്സല്യം കൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അല്ലാതെ ഭഗവാൻ സാധാരണ ഒരാൾ മറ്റൊരാൾക്ക് വിധേയനാവുന്നത് പോലെ വിധേയനാവില്ല. സർവതന്ത്ര സ്വതന്ത്രൻ എന്നർത്ഥം. സത്കീർത്തി സതീ അവിതഥാ കീർത്തി അസ്യ. കീർത്തി സത്യമായ കീർത്തിയാണ്. ഒരാളെപ്പറ്റി 4 വാക്ക് നല്ലത് പറയണത് ശരിക്കും പറയാൻ ഉണ്ടായിട്ടായിക്കൊള്ളണമെന്നില്ല, അല്ലാണ്ടും പറയും. ഓരോരോ ആവശ്യം മുൻനിർത്തി പറയും. ഇവിടെ വന്ന കാര്യം നടക്കുന്നത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന്. ഒരിടത്തേക്കും പോയിട്ടില്ല, പോവാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. വർക്കത്തുള്ള കയ്യ. ഈ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അത് കാലാകാലം ഇതിനു മുമ്പും ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഇങ്ങനെയൊക്കെ മുഖവരെയും പറഞ്ഞു വന്നവർക്ക് വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ചെന്നിട്ട് എന്താ പറയാ? ദരിദ്രവാസി, അവൻ്റെ വീട്ടിൽ കയറിയതാ പിശകായത്. അപ്പോൾ ഈ കീർത്തിയെ വിതഥം എന്നാ പറയേണ്ടത്. വിതഥം ച അടിസ്ഥാനമില്ലാത്തത്, അവിതഥം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമുള്ളത്. സത്യം, സത്യമായിട്ടുള്ള കീർത്തി ആർക്കുണ്ടോ അദ്ദേഹത്തെ സത്കീർത്തി. ഛിന്ന സംശയ, ഛിന്ന ച രണ്ടാമത്തത്. കരതലാമലകവത്ത് സർവം സാക്ഷാത്കൃതവത ക്വാപി സംശയോ നാസ്തി. നമ്മുടെയൊക്കെ ഇടയിൽ മഹാവിദ്വാൻ എന്ന് പറയുന്നവർക്ക് പോലും അല്പാൽപ്പം ചില സംശയങ്ങളുണ്ടാവും. ഒട്ടും സംശയമില്ലാത്ത ഒരാൾക്ക് മാത്രം, അതാണ് ഛിന്ന സംശയം. ഛിന്നമായ, ഛേദിക്കപ്പെട്ട, ഇല്ലാതാക്കപ്പെട്ട, ഒട്ടും ബാക്കിയില്ലാത്ത സംശയമേ ഇല്ല.